ചെയ്തു പോയാലോ? ഈ ഒരു ആയത്ത് ഓർക്കണം പ്രിയപ്പെട്ടവരെ. വക്കം കിഴക്കേ മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന മതപ്രഭാഷണ പരമ്പരയിൽ വാള് കേൾക്കാമെന്ന പ്രിയപ്പെട്ട ഉപ്പാ, നിങ്ങളുടെ മുന്നിൽ ഇന്നത്തെ വിഷയത്തിന്റെ റെഫറൻസ് നോക്കിയപ്പോ, വിഷയത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് നോക്കിയപ്പോ ഈ ആയത്തിന്റെ കണ്ണിൽപ്പെട്ട് പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് ഓതി നോക്കിയപ്പോൾ, ഇതിന്റെ അർത്ഥ ഗാംഭീര്യത്തെ നോക്കിയപ്പോ എന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു പോയോ. എന്താണ് അർത്ഥമെന്നറിയോ? നീ ഏത് വലിയ തെമ്മാടിത്തരം ചെയ്താലോ, പടച്ചവന് നിരക്കാത്ത ഏത് വലിയ പ്രവണതകൾ ചെയ്താലോ, ഏത് വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്താലോ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നീ നിരാശനായി പോകല്ലേ പോരോ. അല്ലാഹുവിന്റെ കരുണയുടെ വാതിലുണ്ടല്ലോ, അതവിടെ തുറന്നു കിടക്കുകയാണോ? നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഏറ്റുപറയുന്നത് എപ്പോഴാണെന്ന് നോക്കൂ. അല്ലാഹു ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, ആരാണെന്നറിയോ? നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന സകല പാപങ്ങളും അല്ലാഹു പുറത്തു തരുന്നവനാ. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനോ, അല്ലാഹു കരുണയുള്ളവനോ, അല്ലാഹു കാരുണ്യമുള്ളവനാണ്. ആ അല്ലാഹുവിലേക്ക് മടങ്ങാനാണ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും താമസമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെയും യഥാർത്ഥ തൗബ ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ തൗബയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ്. അല്ലാഹുവിന്റെ കാരുണ്യം മലർക്ക തുറന്നു വെച്ചിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും തൗബ ചെയ്യാ, ആർക്ക് വേണമെങ്കിലും ഇലാഹിലേക്ക് മടങ്ങാ. എത്ര വലിയ പാപം ചെയ്താലുമെന്ന് പറയുമ്പോ ആ പാപത്തിന്റെ ഗാംഭീര്യം ഞാനൊന്ന് പറഞ്ഞു തരട്ടെ പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം കൊലപാതകമെന്ന് പറയുന്നത് എത്ര വലിയ പാപമാണെന്ന്, എത്ര വലിയ തെറ്റുകുറ്റമാണെന്നുള്ളത് അറിയാം എന്റെ പ്രിയപ്പെട്ടവര്. എന്താണെന്നറിയോ? ഒരു മനുഷ്യന്റെ റൂഹിനെ അറുത്ത് മാറ്റലാണല്ലോ. അതുപോലെ തന്നെ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരുപാട് ഹൃദയങ്ങളുണ്ടല്ലോ. ആ ഹൃദയങ്ങളെ തകർത്തെറിയലാണല്ലോ കൊലപാതകം എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന്റെ താളുകൾ എടുത്ത് വെച്ചൊന്ന് പരിശോധിച്ചു നോക്കിയാൽ 100 കൊല ചെയ്ത ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താം. 100 കൊല ചെയ്ത മനുഷ്യനുണ്ട്, അറിയുമോ? ആ മനുഷ്യന് 99 കൊലയും ചെയ്തിട്ട് ഒരു പുരോഹിതനായ സന്യാസിയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് എന്താണ് ചോദിച്ചതെന്നറിയോ? 99 മനുഷ്യരെ കൊന്നവനാണ് ഞാൻ, എനിക്ക് പ്രായച്ചിത്തത്തിന് എന്തെങ്കിലും ഒരു അവസരമുണ്ടോ? ഫഹല്ലി മിനത് തൗബ, എനിക്ക് തൗബയുണ്ടോ? എനിക്ക് പ്രായച്ചിത്തത്തിന് അവസരമുണ്ടോ? എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമോ? അങ്ങനെ പറഞ്ഞ സമയത്ത് സന്യാസിയായ പുരോഹിതനായ മനുഷ്യരുണ്ടല്ലോ മറുപടി പറയുകയാണ്, പൊന്നുമോനേ, നിനക്ക് തൗബയില്ലടോ, നിനക്ക് യാതൊരുവിധ പ്രായച്ചിത്തം ചെയ്യാനുമുള്ള അവസരമില്ലടോ. നിന്റെ തെറ്റുകുറ്റങ്ങൾക്ക് നീ ആരാധിക്കുന്ന നിന്റെ ദൈവം നിനക്ക് ശിക്ഷ തരുമടോ, ഒരിക്കലും കഴിയില്ലടോ എന്ന് പറഞ്ഞിട്ടാ മനുഷ്യരോട് പറയുമ്പോ ആ പറഞ്ഞുപോയ പുരോഹിതനായ സന്യാസിയായ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തെയും അങ്ങ് വധിച്ചു കളയുകയാണ്. 100 കൊല തികയ്ക്കുകയാണ്. എന്നിട്ടൊരു ആലിമായ പണ്ഡിതന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. ഒരു ആലിമായ, ഒരു ഉസ്താദായ ഒരു പണ്ഡിതന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പതിവ് പോലെ പറഞ്ഞതുപോലെ, പുരോഹിതന്റെ അടുത്ത് പറഞ്ഞതുപോലെ ആ മനുഷ്യൻ അങ്ങോട്ട് പറയുകയാണ്, ഞാനും 100 പേരെ കൊന്ന മനുഷ്യനാ. ഫഹല്ലി മിനത് തൗബ, എനിക്ക് തൗബയുണ്ടോ? ആ സമയത്ത് വന്നുപോയ മനുഷ്യരോട് ആലിമായ മനുഷ്യൻ പറയുകയോട്, നിനക്ക് തൗബയുണ്ടോ? നിനക്ക് തൗബയുണ്ടോ? അതിന് നീ എന്താ ചെയ്യേണ്ടതെന്നറിയോ?
നീ ഇപ്പോൾ താമസിക്കുന്ന പ്രദേശമുണ്ടല്ലോ, അത് തെമ്മാടുകളുടെയും മതിക്കാടുകളുടെയും പാപങ്ങളെ ചെയ്തു കൂട്ടുന്ന മനുഷ്യരുള്ള സ്ഥലമാണല്ലോ. അവിടെ നിന്നിട്ട് ദൂരേക്ക് നന്മ നിറഞ്ഞ ഒരു വിഭാഗം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തേക്ക് കടന്നു ചെല്ലുക. എന്നാ നിനക്ക് തൗബയാണ്, നിന്റെ പ്രായശ്ചിത്തമാണോ? ഇത് കേട്ടപാടെ 100 മനുഷ്യനെ കൊന്നുപോയ കൊലയാളിയായ മനുഷ്യനുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആലിമായ പണ്ഡിതനായ ആ മനുഷ്യൻ പറഞ്ഞ പ്രദേശത്തേക്ക് യാത്ര തിരിക്കുകയാണ്. വഴിമധ്യതാ എത്തുകയാണ് ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ. അവന്റെ റൂഹ് പിടിക്കാൻ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. അവിടെ നിന്നുകൊണ്ട് മരണപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അവന്റെ റൂഹ് കൈമാറാണ്. റഹ്മത്തിന്റെ മാലാഖമാരും അദാബിന്റെ മാലാഖമാരും കടന്നു വരികയാണ്. കാരുണ്യത്തിന്റെ മലക്കുകൾ കടന്നു വരികയാണ്. ശിക്ഷയുടെ മലക്കുകളും കടന്നു വരികയാണ്. 2 കൂട്ടരും അതാ അവിടെ നിന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്, തർക്കിക്കുകയാണ്. ഈ മനുഷ്യന്റെ റൂഹ് ഞങ്ങൾക്ക് കൊണ്ടുവേണമെന്ന് 2 പേരും പറഞ്ഞുകൊണ്ട് തർക്കിക്കുകയാണ്. ആ സമയത്ത് സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ തീരുമാനം കടന്നു വരികയാണ്. ആ മനുഷ്യന്റെ ശരീരമുണ്ടല്ലോ, ആ മനുഷ്യന് മരണപ്പെട്ടു പോയ ശരീരം കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലം ഏതു പ്രദേശത്തേക്കാണ് അടുത്തിരിക്കുന്നതെന്ന് നോക്കുക. ഏത് പ്രദേശത്തേക്കാണ് ശരീരം അടുത്തിരിക്കുന്നത് നോക്കാൻ അല്ലാഹുവിന്റെ കൽപ്പന. ആ സമയത്ത് അല്ലാഹുവേ, സഞ്ചരിച്ചിട്ട് ഒരുപാട് ദൂരമൊന്നും ആയിട്ടില്ല. ഈ തിന്മ നിറഞ്ഞ പ്രദേശത്ത് നിന്ന് ശരീരം ആ കിടക്കുന്നത് എവിടെയാണെന്നറിയുമോ? യഥാർത്ഥത്തിൽ ശരീരം അടുത്തുള്ളത് മോശക്കാരായ ആളുകളുടെ പ്രദേശത്തിന്റെ അടുക്കലാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ ശരീരം അടുപ്പിക്കാൻ ഭൂമിയോട് കൽപ്പന കൊടുക്കുന്നു. നല്ലവരായ മനുഷ്യർ വസിക്കുന്ന പ്രദേശമുണ്ടല്ലോ, ആ പ്രദേശത്തേക്ക് നോക്കുമ്പോ തന്റെ ശരീരം അടുത്തിരിക്കുന്നു. ആ മനുഷ്യന്റെ റൂഹുണ്ടല്ലോ, റഹ്മത്തിന്റെ മാലാഖമാര് കൊണ്ടുപോകുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരോ? എത്ര വലിയ പാപം ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം എന്നറിയോ? 100 കൊല ചെയ്ത മനുഷ്യനാണല്ലോ, 100 ഹൃദയങ്ങളെ തകർത്തെറിഞ്ഞ മനുഷ്യനാണല്ലോ, 100-ലധികം ഹൃദയങ്ങളെ വേദനിപ്പിച്ച മനുഷ്യനാണല്ലോ. എത്ര പിതാക്കന്മാരുള്ളവരെയാ വധിച്ചിരിക്കുന്നത്, എത്ര മാതാക്കന്മാരെയാ വധിച്ചിരിക്കുന്നത്. അവർക്ക് മക്കളുണ്ട്, അവർക്ക് കൂടെ പിറപ്പുകളുണ്ട്, അവർക്ക് വേണ്ടപ്പെട്ട എല്ലാവരുമുണ്ട്. അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചു പോയവനാണ്. അങ്ങനെ വേദനിപ്പിച്ചിട്ട് 100 കൊല ചെയ്തു പോയ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ റൂഹ് പോലും, ആ മനുഷ്യന്റെ ആത്മാവ് പോലും അവസാനമല്ലോ റൂഹിന്റെ മാലാഖമാര്, റഹ്മത്തിന്റെ മാലാഖമാര് കൊണ്ടുപോയെങ്കിലോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന വക്കത്ത് വന്ന ചെറുപ്പക്കാരാ, നീ എത്ര വലിയ പാപം ചെയ്തു പോയാലോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത് എന്തിനാണെന്നറിയോ? കാലഘട്ടം അവസാനമായല്ലോ, തിന്മകൾ അധികരിച്ചിരിക്കുകയാണ്. ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്നത് നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എടുത്തു നോക്കിയോ അധികവും തിന്മ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ പറയുകയാണ്, തൗബ ചെയ്യാതെ ഉറങ്ങാത്ത ഒരു ദിവസം പോലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. തൗബയില്ലാത്ത ജീവിതം ഉണ്ടാകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് തീരുമാനമെടുക്കുക. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് അന്നേ ദിവസം ഏത് പാപമാണോ ചെയ്തത് ആ പാപത്തെ ഓർത്ത് വിലപിക്കുന്ന ഒരു സ്വഭാവം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉണ്ടാകണോ. തൗബയില്ലാത്ത ഒരു ഉറക്കം നമുക്ക് വേണ്ട, തൗബയില്ലാത്ത ഉറക്കം നമുക്ക് വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയിൽ സന്തോഷിക്കുമെന്ന് പറഞ്ഞാൽ